ഇന്ന് DBMSന്റെ റിവിഷൻ അടുത്ത ലെവലിലേക്ക് പോവാണ്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. വേറെ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പറയാത്ത എന്തെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. അതിൽ എക്സ്പ്ലനേഷൻ പറയാം. ഓക്കെ. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞാൻ അതും കൂടി ടൈപ്പ് ചെയ്യാനുള്ള മടിക്കാണ് ഞാൻ അതിൻ്റെ ഇയറും ഇതൊന്നും കൊടുക്കാത്തത്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പല പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ. പിന്നെ എന്താ പറയുക, പുതിയ ടൈപ്പ് ഇപ്പം നിങ്ങളുടെ എക്സാമിന് ഈ എന്താ പറയുക വേറെ ഏതെങ്കിലും തരത്തിൽ എല്ലാം പോലെയാണല്ലോ. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആൻസർ വന്നു തുടങ്ങിയോ? അപ്പോൾ ഒന്നാമത്തെ ആൻസർ DBMSുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാ? സംശയമൊന്നുമില്ല അല്ലേ? ആർക്കും സംശയമില്ല. ഒന്നാമത്തെ ആൻസർ ഏ തന്നെയാണ്. യെസ്, DML ആണ്. ഓക്കെ, DML ആണ് ഒന്നാമത്തെ ആൻസർ. DML. DBMSുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് DML ആണ്. ഓക്കെ, XML അല്ല, HTML അല്ല, PCL അല്ല, ഇതൊക്കെ തെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തേലേക്ക് പോവാം, സമയം കളയണ്ട. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ? അതും എളുപ്പമാണ് അല്ലേ. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് ചോദിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു, ഒന്നും നോക്കാനില്ല, ഈസി ആയിട്ട് രക്ഷപ്പെട്ടു പോവാം. ഓക്കെ, രണ്ടാമത്തെ ആൻസർ MySQL ആണ്. യെസ്, ഡാറ്റാബേസ് സോഫ്റ്റ്വെയറിന് ഉദാഹരണം MySQL. ഓക്കെ ഓക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സാമിന് PSC അല്ല അല്ലാതെ പ്രീവിയസ് ഇയർ പഠിച്ചു പോവുകയും അവിടെ എത്തുമ്പോൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചതുപോലെ അല്ലാതെ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും? ഇടയ്ക്ക് കോളേജിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ചില കുട്ടികൾ കംപ്ലീറ്റ് ഒരു 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഫുൾ പഠിച്ച് വരും, അത് മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ക്വസ്റ്റ്യനിൽ പേപ്പറിൽ ഹായ് വിജിത. ഓക്കെ, മൂന്നാമത്തെ ആൻസർ ഓക്കെ, ആർക്കും ഡൗട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ an organized collection of interrelated data stored with minimum redundancy is called database. നമ്മൾ ഡാറ്റാബേസ് ആണ് പഠിക്കുന്നത്, അപ്പോൾ പിന്നെ വേറൊരു ഓപ്ഷനേ അവിടെ വരാനില്ല. ആൻസർ D ആണ്. ഓക്കെ, ഇന്നിപ്പോൾ ഇത് വേഗം തീരുമല്ലോ. എല്ലാവരും ഭയങ്കര ഫാസ്റ്റിലാണ് പോകുന്നത്. എല്ലാവരും ഫുൾ ചാർജിലിരിക്കാൻ തോന്നുന്നു. മിക്കവാറും അരമണിക്കൂറിൽ ക്ലാസ് തീരും. ഓക്കെ, നാലാമത്തത് പോരട്ടെ. 4 TTL. ഓക്കെ, നോട്ട് റിലേറ്റഡ് വിത്ത് ഡാറ്റാബേസ്. പിന്നെ കുറേ പേരിങ്ങനെ സ്പീഡിൽ പോകുമ്പോഴേ ആരെങ്കിലും ബാക്കിൽ നിൽക്കുന്നുണ്ട്, ആർക്കെങ്കിലും ഒപ്പം എത്താൻ പറ്റുന്നില്ലെങ്കിൽ കമൻ്റ് ഇടുക. നമ്മൾ എല്ലാവരെയും പരിഗണിച്ചിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. ആദ്യം കമൻ്റ് ഇടുന്നവർ കമൻ്റ് ഇട്ടത് കൊണ്ട് നമ്മൾ അങ്ങനെയൊന്നുമില്ലേ, ഡൗട്ടുള്ളവർ ചോദിക്കാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ TTL തന്നെയാണ്, അതിനും ഡൗട്ടൊന്നുമില്ല. കാരണം SQL എന്ന് പറയുന്നത് ഡാറ്റാബേസിൻ്റെ ലാംഗ്വേജ് ആണ്. DML നമുക്കറിയാം, DTL നമുക്കറിയാം. അപ്പോൾ ആൻസർ TTL ആണ്. അങ്ങനെ ഒരു സാധനം നമുക്കറിയില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. 5 command used to delete table structure in SQL. ടേബിൾ സ്ട്രക്ചർ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ്. ടേബിൾ സ്ട്രക്ചർ ഡിലീറ്റ് അല്ലേ? ഡിലീറ്റ് ചെയ്യാനല്ലേ? അപ്പോൾ ഈ ആണോ ആൻസർ? നിത ക്ലാസിക് ഉണ്ടല്ലേ?
കൃഷ്ണ, അങ്കിത, രമേഷ്, സി. ഓക്കെ, ജ്യോതി, ഡി. ഇതാ ഇപ്പം എല്ലാവരും ആദ്യം എല്ലാവരും ബി ആ പറഞ്ഞേ. ഇപ്പോൾ എയും സിയും ഡിക്ക് ഒരാളെ ഒരട്ടെ. Sharina, doubt the key to represent a relationship between tables. എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പോരെ. നമുക്ക് ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ല ചെയ്യുന്നത്, ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാട്ടോ. ഓക്കെ, ഒന്നുകൂടി ചോദിക്കണേ. ഓക്കെ, അഞ്ചാമത്തെ ആൻസർ കുറേ പേര് ബി പറഞ്ഞു, കുറേ പേര് സി പറഞ്ഞു. എനിക്ക് തോന്നുന്നു ചവറ ബി ആ വന്നോണ്ടിരുന്നേ. ഇടയിൽ ഞാനൊന്ന് ഡി സി അല്ലേ ചോദിച്ചപ്പോഴാണ് പിന്നെ സിയും ഡിയും എയും ഒക്കെ വന്നത് അല്ലേ. ഏതാണ് ആൻസർ? ആൻസർ ബി ആണ്, ഡ്രോപ്പാണ്. ടേബിൾ സ്ട്രക്ചർ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രോപ്പ്. ബി എ അതിന് ആൻസർ ഉള്ളൂ. ഓക്കെ, ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പഠിച്ചിരുന്നോ? ടേബിൾ സ്ട്രക്ചർ ഡിലീറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ തെറ്റിച്ചവരെല്ലാവരും എഴുതി വയ്ക്കുക. ഓക്കെ, തെറ്റിച്ചവരൊക്കെ നോട്ട് ചെയ്ത് എഴുതി വയ്ക്കുക. ആൻസർ ബി. ഓക്കെ, അപ്പോൾ കുറേ പേർക്കെങ്കിലും ആ സമയത്ത് ഇങ്ങനെ കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഇപ്പം തെറ്റിച്ചത്. ഇപ്പം തെറ്റിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, മാർക്കൊന്നും പോകുന്നില്ലല്ലോ. എക്സാമിൽ തെറ്റിക്കാതിരുന്നാൽ മതി. ഓക്കെ, അവിടെ വെച്ചിട്ട് വീണ്ടും ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഡിലീറ്റ് ടേബിൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പാണ്, ഡ്രോപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ അത് എല്ലാവരും എഴുതി വയ്ക്കുക, അണ്ടർലൈൻ ഇട്ട് വയ്ക്കുക. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൺഫ്യൂഷൻ വരാതിരിക്കുക. ഇതും പ്രീവിയസ് ഇയറിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോഴേ ഈ ക്വസ്റ്റ്യൻ ഒരു 3 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഈ സാധനം സെയിം സാധനം തന്നെ, സെൻറ്റൻസുകൾ മാറുന്നു മാത്രം. പക്ഷേ ഈ സംഗതി 3 തവണ, അതായത് ടേബിൾ സ്ട്രക്ചർ ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡ് ഏതാന്ന് 3 തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും ഡ്രോപ്പ് തന്നെ എഴുതണം. ഓക്കെ ഓക്കെ നമുക്ക് 6ലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. Unique data item in a record which is used to identify the record is. നമുക്ക് എങ്ങനെയാണ് റെക്കോർഡ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്? യുണീക്കായിട്ട് കീ ആണ് അല്ലേ? ഓക്കെ, അതൊരു ആർക്കും സംശയമില്ല, അതിൻ്റെ ആൻസർ കീ ആണ്. ഓക്കെ, കുറേ ടൈപ്പ് കീ ഉണ്ട്. അപ്പോൾ അതിൽ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് കീസ് ആണ്. ഫീൽഡ് എഡിറ്റിൻ്റെ അല്ല, കീ ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ 6D ആണ്, ആർക്കും ഡൗട്ടില്ല. ഇനി ശാലിനോട് ഡൗട്ട് ചോദിക്കൂ. ഇനി അവസാനം എത്തുമ്പോഴേക്കും മറന്നുപോയാലോ? എന്തായിരുന്നു ഡൗട്ട്? അത് ചോദിക്കാമോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു പോവാം. ഡെലീറ്റ് കണ്ടീഷനെ എന്തായിരുന്നു? അതല്ലല്ലോ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചോദിക്കാമോ ഷാരിന? ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 74 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് ഏതാ? ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ചോദിച്ചതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണോ ഉദ്ദേശിക്കുന്നത്? ഏത് വേണമെങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഷാരിന അതൊന്നും കൂടി ചോദിക്കണേ. 1ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാംഗ്വേജ് അസോസിയേറ്റഡ് വിത്ത് DBMS, അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. DML ആണ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ് DBMS അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. വേറെ XML എന്ന് പറയുന്നത് HTML-മായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്ട്രാക്റ്റഡ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് XML. HTML നമുക്കറിയാം എന്തിനു ഉപയോഗിക്കുന്ന, വെബ് ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ വെബ് പ്രോഗ്രാമിന് ഉപയോഗിക്കുന്നതാണ് HTML. PCL എന്താ? PCL എന്താണെന്ന് ഒരു ഓർമ്മയില്ല, അങ്ങനെ സാധനം എനിക്ക് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് 3 എല്ലാം DML ആണ്.
ഓക്കെ. പിന്നെ വേറെ എന്തായിരുന്നു? ഷാരിന ക്വസ്റ്റ്യൻ ചോദിച്ചില്ല എന്താന്നുള്ളത്. വേറെ നമുക്ക് അങ്ങനെ അടുത്തേക്ക് പോവാം അല്ലേ? ഞാൻ ഇതൊരു ഡൗട്ട് ചോദിച്ചിരുന്നു നമ്മളിത്. ഓക്കെ, എന്നാൽ പിന്നെ ചോദിച്ചാൽ മതി. ഞാൻ ഇനി നെക്സ്റ്റ്. ഓക്കെ, 7ാമത്തത്. 7ലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം? ഇത് നമുക്കൊരു പഠിക്കാൻ ടോപ്പിക്കാണ്. 7 ഒന്ന് വായിച്ചേ ക്വസ്റ്റ്യൻസ്. 7 നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ആഷ്ന അത് ഡി ആൻസർ പറയാൻ കാരണം? റീസൺ എന്ന് പറയാമോ? ഒരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ റീസൺ ചോദിക്കുന്നതുകൊണ്ട് ആൻസർ പറയാതിരിക്കരുത്. എല്ലാവരും ആൻസർ പറ. ഞാൻ വെറുതെ ചോദിക്കുന്നതാ, എനിക്ക് അറിയാമെന്ന് നീ പറഞ്ഞാൽ മതി. ഓക്കെ, ബാക്കി പോരട്ടെ. ബാക്കിയുള്ളവർക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയില്ല എന്നോ പാസ്ന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നോ പ്രോബ്ലം. ഓക്കെ. എന്തായാലും ഞാനിത് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാൻ വിചാരിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് നമ്മൾ DBMS തുടങ്ങിയപ്പോഴേ പല ടൈപ്പ് DBMSകളുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു അതൊന്ന് പറഞ്ഞേക്കാം. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മളെ DBMSനെ കുറച്ച് ടൈപ്പുകളാക്കി തിരിച്ചിരിക്കും. ടൈപ്പുകൾ എന്ന് പറഞ്ഞാൽ പലതരം ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റങ്ങളുണ്ട്. അതിലൊന്നാണ് ഹൈറാർക്കിക്കൽ. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്, ആഷ്ന പറഞ്ഞത് ഞാൻ കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഹൈറാർക്കിക്കൽ DBMS എന്ന് പറയുന്ന ഒരു സംഗതി, ഹൈറാർക്കിക്കൽ DBMS എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ്. ഓക്കെ, അതായത് ട്രീ പോലെ. ഓക്കെ, നിങ്ങൾ ഈ പേരുകൾ മാത്രം എഴുതിയാൽ മതി. ഇതിൽ കാണുന്ന ഈ പാരഗ്രാഫ് എഴുതണ്ട. നിങ്ങൾ ഈ പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹൈറാർക്കിക്കൽ DBMS എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് DBMS ആണ് ഹൈറാർക്കിക്കൽ DBMS എന്ന് പറയുന്നത്. ഓക്കെ, പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ടൈപ്പ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഹൈറാർക്കിക്കൽ DBMS എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ട്രീ ലൈക്ക് സ്ട്രക്ചറാണ്. അതിന് ട്രീ ലൈക്ക് സ്ട്രക്ചർ എന്താണെന്ന് എനിക്ക് പറയാം. ഒരു പാരന്റ് 2 ചൈൽഡ് ഉണ്ടാവും, അതിന് 2 ചൈൽഡ് ഉണ്ടാവും. അങ്ങനെ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ഉള്ള ഒരു DBMS ആണ് ഹൈറാർക്കിക്കൽ. പിന്നീട് വന്നിട്ടുള്ള ഒരു ടൈപ്പാണ് നെറ്റ്വർക്ക് DBMS എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് DBMS എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ്. ഓക്കെ, അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ് നെറ്റ്വർക്ക് DBMS എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ പേര് മാത്രം അറിഞ്ഞാൽ മതി, വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പിന്നെ വന്നൊരു ടൈപ്പാണ് റിലേഷണൽ DBMS എന്ന് പറയുന്നത്. ഓക്കെ, നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് RDBMS, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് 3 ടൈപ്പാണ്. ഹൈറാർക്കിക്കൽ ഉണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്, RDBMS, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. ഇത് കൂടാതെ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ പേരുകൾ കാണുന്നത് പോലെയുള്ള കുറച്ച് DBMSകൾ കൂടെയുണ്ട്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് DBMS ഉണ്ട്, ഡോക്യുമെന്റ് ഓറിയന്റഡ് DBMS ഉണ്ട്, കീ വാല്യൂ സ്റ്റോർ DBMS ഉണ്ട്, കോളംനാർ DBMS, ഗ്രാഫ് DBMS, NoSQL DBMS. ഇങ്ങനെ കുറച്ച് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഹൈറാർക്കിക്കൽ, നെറ്റ്വർക്ക്, റിലേഷണൽ. കൂടാതെ ഉള്ളതാണ് ഇങ്ങനെയും കുറച്ച് സംഗതികളുണ്ട്. ഓക്കെ, വേണമെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും ചെറുതായിട്ട് ഈ പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് DBMS, ഡോക്യുമെന്റ് ഓറിയന്റഡ് DBMS, ഇങ്ങനെ. ഓക്കെ, ഇതൊക്കെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ടൈപ്പുകളാണ്. ഓക്കെ, ഇത് നമ്മുടെ സിലബസിൽ പറയുന്നൊന്നുമില്ല, പക്ഷെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ട് പറയുന്നതാണ്. ഓക്കെ, ഇൻ കേസ്
ഇങ്ങനെ എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ബേസിക്കിൽ വരുന്നതാണല്ലോ, അറിഞ്ഞിരിക്കണമല്ലോ എന്നുള്ള ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എടുക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് DBMS? DBMSന്റെ ടൈപ്പ് അല്ലാത്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഹൈറാർക്കിക്കൽ ഒരു ടൈപ്പാണ്, നെറ്റ്വർക്ക് ഒരു ടൈപ്പാണ്, റിലേഷണൽ ഒരു ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പെടാത്തത് D മാത്രമാണ്. സീക്വൻഷ്യൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ D ആണ്, സീക്വൻഷ്യൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏഴാമത്തെ ആൻസർ സീക്വൻഷ്യൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, എട്ടാമത്തേലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ DML കമാൻഡ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ DML കമാൻഡ്? ആൻസർ പോരട്ടെ. ഓക്കെ, ആൻസർ അപ്പോൾ B ആണ് അല്ലേ. ഓക്കെ, എല്ലാവരും DMLഉം DDL ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും കറക്റ്റ് ആൻസർ ഞാൻ പറയുന്നത്, ആരും തെറ്റിച്ചില്ല. ഓക്കെ, ആൻസർ B ആണ്. ഓക്കെ, എട്ടാമത്തെ ആൻസർ B. അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ആൻസർ പോരട്ടെ. എട്ടല്ല, 9 അല്ലേ? 93 9 അല്ലേ? 9ാമത്തെ ക്വസ്റ്റ്യൻ. ലാംഗ്വേജ് യൂസ്ഡ് ബൈ ടെർമിനൽ യൂസേഴ്സ് ടു റിട്രീവ് ആൻഡ് അപ്ഡേറ്റ് ഡാറ്റ ഇൻ എ മാനേജ് ഡാറ്റ. യെസ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ C, കൊറി ലാംഗ്വേജ്. ഓക്കെ, അറിയാത്തവർ അല്ലെങ്കിൽ മറന്നുപോയവരുണ്ടെങ്കിൽ DBMSനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ DBMSൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ, അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാൻ, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെ നമ്മൾ വിളിക്കുന്നത് കൊറി ലാംഗ്വേജ്. ഓക്കെ, 10ാമത്തേലേക്ക് പോവാം. 10. പത്താമത്തെ ആൻസർ പോരട്ടെ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോട്ട് എ DML കമാൻഡ് എന്നാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണിത്. അതായത് ചിലപ്പോൾ ചോദിക്കുന്നത് ഇവിടത്തെ 8ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ DML കമാൻഡാ. ഇവിടെ ആവുമ്പോഴോ നോട്ട് എ DML കമാൻഡാ. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. ഓക്കെ, ശ്രദ്ധിച്ച് വായിക്കുക. DML കമാൻഡ് എന്ന് കാണുമ്പോഴത്തേനും ചാടി ആൻസർ ചെയ്യാതിരിക്കുക. 10ാമത്തെ ആൻസർ C അല്ലാതെ ആരും പറയുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, 10ാമത്തെ ആൻസർ C. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ എന്താണ്? DML കമാൻഡ് ആണല്ലേ. DML കമാൻഡ് അല്ല. അപ്പോൾ C പിന്നെ എന്തിൽ വരും? അതുകൂടെ പറ. C പിന്നെന്താ? DML അല്ലെങ്കിൽ പിന്നെ എന്ത്? യെസ്, PDL ആണ്. ഓക്കെ, വെരി ഗുഡ്. നമുക്കെന്നാൽ അടുത്തതിലേക്ക് പോവാം. അടുത്തതിലേക്ക് പോട്ടെ. 11.
വാട്ട് വിൽ ദി SQL query select star from table where column like? എൻ്റെ ആൻസർ പറയൂ. അതെ ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ പെർസെൻറ്റേജ് വെച്ചിട്ടുള്ളത് കണ്ടിരുന്നു, ഓർമ്മയുണ്ടോ? ഓക്കെ, പെർസെൻറ്റേജിൻ്റെ മീനിങ് എന്തായിരുന്നു അത് പറയാമോ? പെർസെൻറ്റേജ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കുറെ പേരെങ്കിലും കണ്ടിട്ടില്ല തോന്നുന്നു. അതെ, അതായത് ആ പെർസെൻറ്റേജ് കാണുന്ന സ്ഥലത്ത് ഓക്കെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ വേർ കോളം ലൈക്ക് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു ലെറ്റർ ഉണ്ട്, ലെറ്റർ ഉണ്ടാവാം ഇല്ലാതിരിക്കാം, ഓക്കെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ലെറ്റർ വരാം. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയാൽ മതി. എന്തായാലും ഇതല്ല അല്ലേ, റോസ് വേർ കോളംസ് ഡസ് നോട്ട് കണ്ടെയ്ൻ ABC അല്ല. ഓക്കെ, അതുപോലെ സ്റ്റാർട്ട് വിത്ത് ABC അല്ല. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ആദ്യം വരില്ല, അങ്ങനെയല്ലേ? ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഏതാ വരിക? A ആണ് ആൻസർ. ഓക്കെ, A ആണ് ആൻസർ കേട്ടോ. ഓക്കെ, 12ാമത്തേലേക്ക് പോവാം. 12 ഇപ്പൊ തന്നെ ആരോ ഒരാൾ ചോദിച്ചതേ ഉള്ളൂ അല്ലേ, ടപ്പിൾ എന്താണെന്ന് ആരോ ഒരാൾ കമന്റിൽ ചോദിക്കുന്നത് ഉണ്ടായിരുന്നു. 12ന്റെ ആൻസർ വാട്ട് ഈസ് എ ടപ്പിൾ ഇൻ DBMS? നമ്പർ ഓഫ് റോസ് ആണ്, നമ്പർ ഓഫ് റോസ് ആണ്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ 12ന്റെ ആൻസർ നമ്പർ ഓഫ് റോസ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതിൻ്റെ ആൻസർ ഒന്ന് പറയൂ. എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? 13ലേക്ക് പോയല്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോവാം. പറഞ്ഞോളൂ അടുത്തതിൽ. ഓക്കെ, DDL-ഉം DML-ഒക്കെ എല്ലാവരും നല്ലപോലെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, 13ന്റെ ആൻസർ B ആണ്, DML ആണ്. വെരി ഗുഡ്, DML ആണ് 13ാമത്തെ ആൻസർ. B ആണ്, DML ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, കറക്റ്റ് ആണ്. എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ്, അത് കാരണം എന്തായാലും പഠിച്ചത് ഉപകാരപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ പോട്ടെ, 14ലേക്ക് പോട്ടെ. How do you remove all the rows from a table without deleting the table itself? നമ്മളൊരു ഡിലീറ്റ് ടേബിൾ ഇപ്പം തന്നെ കണ്ടുവന്നതേ ആണ് അല്ലേ? ചേട്ടാ, നേരത്തെ നിങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞേ, നേരത്തെ നിങ്ങൾ ഡ്രോപ്പ് അല്ലേ പറഞ്ഞേ, ഇപ്പം എങ്ങനെയാ C ആയത്? എന്നാ തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോ? നേരത്തെ ഡിലീറ്റിംഗ് ടേബിൾ എന്ന് പറഞ്ഞപ്പോൾ ഡ്രോപ്പ് അല്ലേ പറഞ്ഞേ, ഇപ്പം എന്താ C ആയേ? അവരും C ആണല്ലോ പറയുന്നത്. എന്തെങ്കിലും റീസൺ? ഓക്കെ, യെസ്, അതാണ് റീസൺ അല്ലേ? ഡാറ്റ ഇൻസൈഡ് ടേബിൾ. ഓക്കെ,
ഓൾ ദി ടേബിൾ ഡിലീറ്റ് ചെയ്യാതെ ടേബിളിൻ്റെ അകത്തുള്ള റോ ആണ് ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട്. റോ 14ാമത്തെ ആൻസർ ട്രങ്കേറ്റ് ആണ്. സി തന്നെയാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, വെരി ഗുഡ്, നന്നായി നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രങ്കേറ്റ് വേറെ, ഡ്രോപ്പ് വേറെ അല്ലേ? ഓക്കെ, അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്, ടേബിൾ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടേബിൾ ഡിലീറ്റ് ചെയ്യുന്നത് വേറെ, അതിൻ്റെ അകത്തുള്ള ഡാറ്റ അല്ലെങ്കിൽ റോ ഡിലീറ്റ് ചെയ്യുന്നത് വേറെ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. 15. ഹരിത, നമ്മൾ സ്ലോയിലാണ് പോകുന്നത്. ഞാൻ എല്ലാവരും എത്തണ്ടേ. വളരെ കുറച്ച് പേര് ചിലപ്പോൾ ബാക്കിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പീസിൽ പോകുന്നത് കേട്ടോ. എല്ലാവരും വളരെ സ്പീഡിലാണെങ്കിൽ നമുക്കും അപ്പേന്ന് പറഞ്ഞിട്ട് തീർക്കാം. ഓക്കെ, 15. ദ കീസ് ദാറ്റ് ചൂസ് യൂണിക് പ്ലീസ്. ഇതിൽ ഡൗട്ട് ഒന്നുമില്ല അല്ലെ? പ്രൈമറി കീ ആണ് സി. ഓക്കെ, പ്രൈമറി കീ ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, 16ലേക്ക് പോട്ടെ. 16 ഇത് പ്രത്യേകിച്ച് നമ്മൾ സംസാരിച്ച് സമയം കളയേണ്ട കാര്യമേ ഇല്ല. പ്രൈമറി കീ ആണ് ആൻസർ. 16ലേക്ക് എത്തിക്കഴിഞ്ഞാലോ, the knowledge about the data stored in the database is called. ഇതെനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിൻ്റെ ആൻസറേ നിങ്ങൾ പറയണമെന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ കറക്കി കുത്തിയ 2 പേരുടെയാണ് ഇപ്പോൾ ശരിയായത്, ഋതു കൃഷ്ണയും. ഓക്കെ, ഇതിൻ്റെ ആൻസർ സ്കീമ എന്നാണ്. ഓക്കെ, 16ാമത്തെ ആൻസർ സ്കീമ. ഇതൊന്ന് എഴുതി വയ്ക്കുക നിങ്ങളുടെ നോട്ട്ബുക്കിൽ, ഇപ്പം തന്നെ ഒന്ന് എഴുതി വയ്ക്കുക. നോളജ് അബൌട്ട് ദി ഡാറ്റ സ്റ്റോർഡ് ഇൻ ദി ഡാറ്റാബേസ് ഈസ് കോൾഡ് സ്കീമ. ഓക്കെ, നമ്മളത് നേരത്തെ പറയേണ്ട ഒരു കീവേഡായിരുന്നു സ്കീമ. സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ RDBMS പഠിച്ചല്ലോ. നമ്മൾ RDBMS എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റിലേഷണൽ ഡാറ്റാബേസ് ആണ് അല്ലേ? റിലേഷണൽ ഡാറ്റാബേസ് ആണ്. ഓരോ പരസ്പരം കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ടേബിളുകൾ എഴുതുന്നത്. ഒരു പ്രൈമറി കീ ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു നെയിം എഴുതുന്നു, അതിൻ്റെ ഫോൺ നമ്പർ എഴുതുന്നു, അതിൻ്റെ ഏജ് എഴുതുന്നു, ഒക്കെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഡാറ്റകളാണ് നമ്മൾ ഒരു ടേബിളിലേക്ക് എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് എഴുതുമ്പോൾ ഈ കണക്ട് ചെയ്ത് എഴുതുന്ന ഡാറ്റാബേസിൻ്റെ അകത്തുള്ള ഡാറ്റ, അതിനെ നമ്മൾ പറയുന്നത് സ്കീമ ആണ്. സ്കീമ റെപ്രസെൻറ്റേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ എഴുതി വയ്ക്കുക. നോളജ് അബൌട്ട് ദി ഡാറ്റ സ്റ്റോർഡ് ഇൻ ദി ഡാറ്റാബേസ് ഈസ് കോൾഡ് സ്കീമ. ഓക്കെ, ഇപ്പോൾ 16ന്റെ ആൻസർ ബി ആണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് എലിമിനേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, എൻറ്റിറ്റി എന്ന് പറയുന്നത് വേറൊരു സംഗതിയാണ്, നമ്മൾ പഠിച്ചതാണ്. അതുപോലെ ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നതും വേറെ മായി ബന്ധമില്ലാത്ത സാധനമാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ സ്കീമയാണ് അവിടെ ഒരു ഓപ്ഷൻ ഉള്ളത്. പോട്ടെ, അടുത്തത് 17ലേക്ക് വരട്ടെ. To rename a column in an existing table, which command would you use? To rename a column in an existing table, ഓൾറെഡി ഉള്ള ടേബിളിൽ ഒരു കോളത്തിൻ്റെ പേര് മാറ്റണം. ഏത് കമാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഓക്കെ, എന്നാൽ അപ്ഡേറ്റ് അല്ല എൻ്റെ ആൻസർ. നമ്മളെ അപ്ഡേറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാ? അപ്ഡേറ്റ് ഉപയോഗിക്കുന്നത് ടേബിളിൻ്റെ അകത്തുള്ള ഒരു വാല്യൂ അപ്ഡേറ്റ് ചെയ്യാനാണ് നമ്മൾ അപ്ഡേറ്റ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്ഡേറ്റ് അല്ല ആൻസർ കേട്ടോ. ആൻസർ എ ആണ്. ബി ഒരിക്കലും അല്ല. ബിയും ഡിയും എന്തായാലും ഇങ്ങനൊരു സംഗതി നമ്മൾ പഠിച്ചിട്ടില്ല. ഡി നമുക്ക് ഒഴിവാക്കാം. മോഡിഫൈ അങ്ങനെ ഒരു ഇത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്ഡേറ്റും ആൾട്ടറും നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അപ്ഡേറ്റ് വേറെ. അപ്ഡേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും വാല്യൂ അപ്ഡേറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഇവിടെ നമ്മൾ വാല്യൂ അപ്ഡേറ്റ് അല്ല ചെയ്യുന്നത്. നമ്മൾ ടേബിളിൻ്റെ സ്ട്രക്ചറിൽ തന്നെ മാറ്റം വരുത്താണ്. കോളത്തിൻ്റെ പേരെ മാറ്റിക്കളയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആൾട്ടർ ടേബിളാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു
കൺഫ്യൂസിങ് അല്ല, നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ആൾട്ടർ ടേബിൾ ആണ് കേട്ടോ. ഓക്കെ, ആൻസർ ആൾട്ടർ ടേബിൾ. ഓക്കെ, നമുക്കൊരു 3 ചോദ്യം കൂടി എൻ്റെ കയ്യിലുള്ളൂ. അത് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഇന്നലത്തെ ഒരു ഓർമ്മയിലാണ്. ഓക്കെ, അടുത്തത് പോകട്ടെ. ഇതിലാർക്കും സംശയമൊന്നുമില്ലല്ലോ. എക്സിസ്റ്റിംഗ് ടേബിളിൻ്റെ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആൾട്ടർ ടേബിളാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോട്ടെ. അടുത്തത് ഇത്തിരി വലിയ ക്വസ്റ്റ്യനാണ്, എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. DBMSന്ന് ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഒരു കോഡ് തന്നിട്ട്, ഒരു കോഡിൻ്റെ സ്നിപ്പറ്റ്, ഒരു ചെറിയൊരു കോഡിൻ്റെ കഷ്ണം തന്നിട്ട് അതിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ വായിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്ന് വായിച്ചിട്ട് ആൻസർ പറയും. ആൻസർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. വലിയ കോഡൊക്കെ ആണെങ്കിലും ചോദ്യം അത്ര വലിയ കാര്യമുള്ള ചോദ്യമൊന്നും അല്ല അതിൻ്റെ. പോരട്ടെ. യെസ്, ആൻസർ എ ആണ് വരിക. റീസൺ എന്താ? ഇവിടെ ആകെ ഇത്രേ ഉള്ളൂ. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഈ മുകളിൽ ഇരിക്കുന്നൊന്നും നമ്മളെ വിഷയമല്ല. ആകെ ഇത്രേ ഉള്ളൂ. സെലക്ട് നെയിം ഫ്രം എംപ്ലോയീസ് വെർ സാലറി ഗ്രേറ്റർ ദാൻ 48,000. 48,000 മുകളിൽ സാലറി ഉള്ളവർ ആരൊക്കെയാണ്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതാണ് ടേബിളിൻ്റെ അകത്തുള്ള വാല്യൂസ്. ആലീസ് 50,000, ചാർലി 55,000. അപ്പോൾ ഇയാളില്ല, അപ്പോൾ ആലീസും ചാർലിയും. അപ്പോൾ ആൻസർ എ. ഓക്കെ, വളരെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലുതാണ്. അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ പേടിച്ച് വായിക്കാതിരിക്കുകയൊന്നും ചെയ്യരുത്. ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് DBMS പഠിച്ചില്ലെങ്കിൽ പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് ഇതൊക്കെ കേട്ടോ. ഈ ഗ്രേറ്റർ ദാൻ സിമ്പിളും ലെസ് ദാൻ സിമ്പിളും മാറിപ്പോകാതിരുന്നാൽ മതി. അങ്ങനെ തെറ്റിക്കരുത്. ഓക്കെ, ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ അങ്ങനെ തെറ്റുന്ന പ്രശ്നമില്ല. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ അങ്ങനെയൊക്കെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ഓക്കെ ഗ്രേറ്റർ ദാൻ ആയിരിക്കും എന്നുള്ള ഇതിൽ പോയി മാർക്ക്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്. Which of the following commands are a part of data control language? ഓക്കെ, ആൻസർ സി ആണ്. എയും ബിയും അഥവാ റീവോക്കും ഗ്രാൻഡും രണ്ടും BCL വരുന്നതാണ്. ഡാറ്റ കൺട്രോൾ ലാംഗ്വേജിൽ വരുന്നതാണ്. ഓക്കെ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ 20ലേക്ക് പോവാം. Which of the following is not a SQL command? 20 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. SQL കമാൻഡ് അല്ലാത്തത് ഏത്? ഏതാണ് SQL കമാൻഡ് അല്ലാത്തത്? പോരട്ടെ. സിയോ SQL കമാൻഡുകൾ നമ്മൾ ഏതൊക്കെ പഠിച്ചത്? അതിങ്ങനെ ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ കാണാത്തൊരു സാധനം ഇതിലൊന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പം എല്ലാവരും ആയി. AI, BI, CI, DI. ഓക്കെ, ആൻസർ പറയാലേ?
SQL എന്നാണ്, DDL DML ഒന്നും ചോദിച്ചിട്ടില്ല. SQL കമാൻഡ് ചോദിച്ചിട്ടുള്ളൂ. എല്ലാ SQL കമാൻഡിലും കൂടിയതാണ്, എല്ലാവരും പെടും. DDL DML ഒക്കെ വരും. ഓക്കെ, അതിലൊന്നും വരാത്ത ഒരാളെ ഇതിലേ ഉള്ളൂ, കൂട്ടത്തിൽ പെടാത്ത ഒറ്റ ആളേ ഉള്ളൂ, അത് A ആണ്. ഓക്കെ, ഡിലീറ്റ് ആണ് അതിൽ വരാത്തത്. ഓർഡർ ബൈ ഉണ്ടല്ലോ, എന്തുകൊണ്ടോ കുറേ പേര് ഓർഡർ ബൈ പറഞ്ഞു. ഓർഡർ ബൈ എന്ന് പറയുന്ന ഒരു കമാൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് അല്ലേ, ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ എക്സാമ്പിളൊക്കെ കാണിച്ചു തന്നിരുന്നു. ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ബൈ ഉപയോഗിക്കുന്നുണ്ട്, സെലക്ട് ഉപയോഗിക്കുന്നുണ്ട്, വേറെ ഉപയോഗിക്കുന്നുണ്ട്. ഡിലീറ്റ് ആണ് അതിലില്ലാത്തത്. ഓക്കെ, SQL കമാൻഡിൻ്റെ കൂട്ടത്തിൽ പെടാത്തത് ഡിലീറ്റ് ആണ്. ഇല്ല, നമ്മളെ ഡിലീറ്റിന് SQL കമാൻഡിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പെടുത്തിയിട്ടില്ല. ഓക്കെ, നമ്മളെ ഓക്കെ, ഇവിടെ കൺഫ്യൂഷന് സാധ്യതയുണ്ട്. നമ്മൾ ഇതിൻ്റെ ആൻസർ കീയിൽ ഡിലീറ്റ് ആണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ബാക്കി ഈ പറയുന്ന സെലക്ട്, വേർ, ഓർഡർ ബൈ ഇങ്ങനെയുള്ള കമാൻഡുകളുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ SQL കമാൻഡുകൾ പറയുന്നത്. മൊത്തത്തിൽ പറയുമ്പോൾ അവിടെ അങ്ങനെ ഒരു സാധനം വരുന്നുണ്ടെങ്കിലും ഓർഡർ ബൈ എന്ന് പറയുന്ന ഒരു കമാൻഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഗ്രൂപ്പ് ബൈ കണ്ടില്ലേ, ഗ്രൂപ്പ് ബൈയുടെ കൂട്ടത്തിലുള്ള ഒരു സാധനമാണ് ഓർഡർ ബൈ എന്ന് പറയുന്നത്. ഓക്കെ, വേറെ എന്തോ ഒരാൾ ചോദിച്ചിരുന്നല്ലോ, അപ്ഡേറ്റും ആൾട്ടറും, ആൾട്ടർ ടേബിളും അപ്ഡേറ്റ്. ആൾട്ടർ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിൻ്റെ സ്ട്രക്ചർ മാറ്റുന്നതിനെയാണ് ആൾട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ടേബിളിൻ്റെ സ്ട്രക്ചർ മൊത്തത്തിൽ മാറ്റാനാണ് നമ്മൾ ആൾട്ടർ ഉപയോഗിക്കുന്നത്. അതേ സമയം അപ്ഡേറ്റ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഒരു വാല്യൂ, ഒരാളുടെ ഏജ് 80, അത് അപ്ഡേറ്റ് ചെയ്യണം, അപ്പോഴാണ് നമ്മൾ അപ്ഡേറ്റ് ഉപയോഗിക്കുന്നത്. ആൾട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. ആൾട്ടർ ഉപയോഗിക്കുന്നത് മൊത്തം ടേബിളിന് എന്തെങ്കിലും മാറ്റം വരുത്താം എന്ന് വിചാരിക്കും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്നലെ ഒരു 25 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി, ഇന്നൊരു 20 ക്വസ്റ്റ്യൻസ് നോക്കി. നാളെ അപ്പം എന്ത് ചെയ്യാം, എക്സാം എഴുതാം. എല്ലാവരും റെഡി ആണല്ലോ അല്ലേ, എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് അല്ലേ, നാളേക്ക് സെറ്റല്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ടുകളോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂ. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സൊക്കെ നമുക്ക് നേരത്തെ വൈൻഡ് അപ്പ് ചെയ്യാം. ട്രങ്കേറ്റ് ഡിലീറ്റ് ഒന്നുകൂടെ പറയാമോ? പറയാം. ഓക്കെ, നമ്മളെ ഡിലീറ്റ് ഉപയോഗിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് എന്താ പറയുക, ഇപ്പോൾ ഡിലീറ്റ് ഫ്രം കസ്റ്റമേഴ്സ് വേർ സിറ്റി ഈക്വൽ ടു കൊച്ചി, അല്ലെങ്കിൽ ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻസ് വേർ മാർക്ക് ഈക്വൽ ടു 50, അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് സാധനം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിലീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം ട്രങ്കേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ടേബിളിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കംപ്ലീറ്റ്, ഇപ്പോൾ
ട്രങ്കേറ്റ് ടേബിൾ സ്റ്റുഡൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടേബിളിനകത്തുള്ള മുഴുവൻ സാധനങ്ങളും ഒറ്റ ഡിലീറ്റ്. ഓക്കെ, എല്ലാ ഡാറ്റയും ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ട്രങ്കേറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേസമയം ഡിലീറ്റ് ഉപയോഗിക്കുന്നത് ഓരോന്നായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സാധനമോ ഡിലീറ്റ് ചെയ്യാനാണ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ ചോദിച്ചില്ലേ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ, കുറേ കമൻറ്റുകളായി അല്ലേ, കമൻറ്റുകൾ വായിക്കട്ടെ. Is used to remove one or more row from a table. Delete. ചോദ്യം കാണിക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ട്രങ്കേറ്റും ഡിലീറ്റും ഡാറ്റ റിമൂവ് ചെയ്യാൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഡിലീറ്റ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ, അതുപോലെ എന്താ പറയുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, ഡിലീറ്റ് ഉപയോഗിക്കുന്നത്. ട്രങ്കേറ്റ് എന്ന് പറയുമ്പോൾ മൊത്തം ടേബിളിൻ്റെ അകത്തുള്ള ഡാറ്റ റിമൂവ് ചെയ്യാനാണ്. ടേബിൾ റിമൂവ് ചെയ്യാനല്ല കേട്ടോ ട്രങ്കേറ്റ് ഉപയോഗിക്കുന്നത്. ടേബിൾ റിമൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രോപ്പ് ടേബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 3 സാധനങ്ങളുണ്ട്. ഡ്രോപ്പ് ടേബിൾ ഉണ്ട്, അത് വേറെ, ട്രങ്കേറ്റ് വേറെ, ഡിലീറ്റ് വേറെ. ഓക്കെ, ക്വസ്റ്റ്യൻ ഏതായിരുന്നു കാണാമെന്ന് പറഞ്ഞത്? 14 അല്ലേ? 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു യു റിമൂവ് ഓൾ ദി റോസ്? എല്ലാ റോ ടേബിൾ ഡിലീറ്റ് ചെയ്യാതെ എല്ലാ റോയും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ട്രങ്കേറ്റ്. ഓക്കെ അല്ലേ? മീര, ലാസ്റ്റ് ക്വസ്റ്റ്യനെ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളെ എൻ്റെ അഭിപ്രായത്തിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നം കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കണം. കാരണം ഈ ക്വസ്റ്റ്യൻ തൽക്കാലം വായിച്ച് കളഞ്ഞേക്ക്. ഓക്കെ, ഞാനിത് നാളെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യന് ഒരു പ്രശ്നം ഉണ്ട്. ഡിലീറ്റ് ആണ് ആൻസർ കീയിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഡിലീറ്റ് ആണെങ്കിലും അവർ ഞാൻ നോക്കിയിട്ട് അതിൽ കാണിക്കുന്ന റീസൺ അത് SQL കമാൻഡായിട്ട് കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാലും അതിന് കുഴപ്പം കിടപ്പുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കളഞ്ഞേക്കാം. ഓക്കെ, നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞേക്കുക. നമുക്ക് ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. ഞാനതൊന്നും കൂടി ചെക്ക് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. നമ്മൾ പഠിച്ചതുമായി ഇത് ചെയ്തിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. ഓക്കെ, 14ാമത്തത് ക്ലിയർ ആണല്ലോ. നമ്മൾ 14 ഏതാ പറഞ്ഞത്? ടേബിൾ ഡിലീറ്റ് ചെയ്യാതെ റോ മുഴുവൻ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ട്രങ്കേറ്റ്. ഓക്കെ, വേറെ എന്തായിരുന്നു ഡൗട്ട്? കുറേ ഡൗട്ടുകൾ, കുറേ കമൻറ്റുകൾ വന്നപ്പോഴേ ഞാൻ അതൊക്കെ മിസ് ചെയ്തതുപോലെ ഞാൻ ഏതെങ്കിലും ആൻസർ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് പറയണേ. നിങ്ങളുടെ ഏതെങ്കിലും ഡൗട്ടുകൾ ഞാൻ വിട്ടുപോയതുണ്ടെങ്കിൽ. തുടക്കത്തിൽ ഷാരിന ഒരു ചോദ്യം ചോദിച്ചു പോയി, പിന്നെ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചോദിച്ചില്ല. അതൊന്ന് ചോദിക്കാമോ ഇപ്പോൾ ഒന്നുകൂടെ, ആളിവിടെ ഉണ്ടെങ്കിൽ? ടേബിൾ റീനെയിം ചെയ്യുന്നത് അതേതായിരുന്നു? ടേബിൾ റീനെയിം മനസ്സിലായില്ല എന്നല്ലേ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു കോഡ് കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. ആൾട്ടർ അല്ലേ? ഓക്കെ, നമ്മളെ നിങ്ങൾക്കത് വിസിബിൾ ആണ്.
ഓക്കെ, കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിൾ അതിൻ്റെ പേര് നമുക്ക് ക്ലയൻസ് എന്ന് മാറ്റണം. ഓക്കെ, കസ്റ്റമേഴ്സ് എന്നുള്ളത് മാറ്റിയിട്ട് ക്ലയൻസ് എന്ന് ആക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് ആൾട്ടർ ആണ്. ആൾട്ടർ ടേബിൾ കസ്റ്റമേഴ്സ് റീനെയിം ടു ക്ലയൻസ്. ഓക്കെ, അവിടെ ടേബിളിൻ്റെ സ്ട്രക്ചർ തന്നെ മാറുകയാണ്. ഓക്കെ, മൊത്തം ടേബിളിൻ്റെ സ്ട്രക്ചർ തന്നെ മാറുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആൾട്ടർ ടേബിളാണ്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റിലേഷൻ ബിറ്റ്വീൻ ടേബിൾസ് കാണിക്കുന്നത് ഫോറിൻ കീ അല്ല. അതെ അതെ, രണ്ട് ടേബിൾ റിലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഫോറിൻ കീ ഉപയോഗിച്ചിട്ടാണ്. ഒരു ടേബിളിൻ്റെ പ്രൈമറി കീ ഉപയോഗിച്ച് വേറൊരു ടേബിളിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോറിൻ കീ ആണ്. ചോദിച്ചതിൻ്റെ ഇത് കാണാമോ? ക്വസ്റ്റ്യൻ 18 ഒന്ന് കാണിക്കാമോ? ഓ, തീർച്ചയായും കാണിക്കാം. ആൾട്ടും അപ്ഡേറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കിത് റീഡബിൾ ആണോ? ഇത് ആൾട്ടറും അപ്ഡേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ കാണിക്കുന്നത്. നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ, ആൾട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് മോഡിഫൈ ടേബിൾ സ്ട്രക്ചറിനാണ്. അപ്ഡേറ്റ് ഉപയോഗിക്കുന്നത് മോഡിഫൈ ടേബിൾ ഡാറ്റ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ആൾട്ടർ ഉപയോഗിക്കുന്നത് ടേബിൾ സ്ട്രക്ചർ മാറ്റാൻ, അപ്ഡേറ്റ് ഉപയോഗിക്കുന്നത് ടേബിൾ ഡാറ്റ മാറ്റാൻ. ആൾട്ടർ എന്ന് പറയുന്നത് DDL ആണ്, അപ്ഡേറ്റ് എന്ന് പറയുന്നത് DML ആണ്. അതുപോലെ ആൾട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടേബിളിൻ്റെ സ്കീമ, നമ്മളിപ്പോൾ പറഞ്ഞ സാധനമാണ് അല്ലേ, സ്കീം എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, സ്കീമ. അതേസമയം അപ്ഡേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കീമയിൽ മാറ്റമൊന്നും വരുന്നില്ല, അഥവാ ടേബിളിൻ്റെ റിലേഷനിലൊന്നും മാറ്റമൊന്നും വരില്ല. ജസ്റ്റ് ആ ഡാറ്റ മാത്രമേ മാറുള്ളൂ, എന്തെങ്കിലും ഒരു ഡാറ്റ. അതിനൊരു എക്സാമ്പിൾ, ആൾട്ടർ ടേബിൾ കസ്റ്റമേഴ്സ് ആഡ് ഇമെയിൽ വർക്കർ 100. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിൽ ഇമെയിൽ എന്ന് പറയുന്ന ഒരു കോളം കൂടി ആഡ് ചെയ്തു. അപ്പോൾ ടേബിളിൻ്റെ സ്ട്രക്ചറാണ് മാറിയത്. ഓക്കെ, അതേസമയം ഇവിടെയോ, ഈ എക്സാമ്പിളിലോ, ഇമെയിൽ, ഒരാളുടെ ഇമെയിൽ ID അതിൽ ജസ്റ്റ് ഇമെയിൽ ID ഒന്ന് മാറ്റി കൊടുത്തു. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ആൾട്ടറും അപ്ഡേറ്റും തമ്മിലുള്ള വ്യത്യാസം. നമ്മളപ്പോഴിന്നേ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നേ. ഞാനിങ്ങനെ കുറേ ഇതുകളൊക്കെ നോക്കിയിട്ടേ, ഓക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? ഓക്കെ, അവസാനമാണ് പഠിച്ചു തുടങ്ങുന്നത് അല്ലേ? കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊരു കാര്യം പരമാവധി സ്പീഡിൽ, എൻ്റെ ക്ലാസ്സൊക്കെ 2x ഇട്ട് കേൾക്കാൻ പറ്റും. വളരെ സ്ലോയിലാണ് ക്ലാസ്സൊക്കെ എടുത്തിട്ടുള്ളത്. നിങ്ങളപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ വേഗം കേൾക്കുക. ഡൗട്ടുള്ളിടത്ത് മാത്രം സ്പീഡ് കുറച്ച് കേൾക്കുക. എന്നിട്ട് നമുക്ക് സമയമില്ലല്ലോ, എന്നിട്ട് ഡൗട്ടുകളുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ തന്നെ ചോദിക്കുക. ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ കുറച്ച് പഴയ റാങ്ക് ഫയലും ഒക്കെ നോക്കിയിട്ട് DBMSൽ നിന്ന് പണ്ടും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളൊക്കെയാണ് ഞാനിതിൽ പറയുന്നത്. അപ്പോൾ ചില ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറയാത്തതുണ്ട്. അതായത് ചില ടോപ്പിക്കുകൾ നമ്മൾ സിലബസിലുള്ളത് മാത്രമേ ക്ലാസ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, എന്നാൽ DBMSൽ വരുന്ന, എന്നാൽ ഡയറക്റ്റായിട്ട് സിലബസിൽ പറയാത്ത ചില ടോപ്പിക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ടോപ്പിക്കുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ദിവസം ലൈവ് ക്ലാസ് ഇപ്പോൾ തുടങ്ങിയുള്ളതാണ്. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, നമ്മൾ തുടങ്ങിയിട്ടില്ല. ഒന്നാമത്തെ ചോദ്യം ആയിട്ടേ ഉള്ളൂ. ഓക്കെ, നത്തിങ് ടു വറി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഈസ് നോട്ട് എ കമ്പോണൻ്റ് ഓഫ് ദി ഡാറ്റാബേസ്. പണ്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഏതാണ് കമ്പോണൻ്റ് അല്ലാത്തതെന്നാണ്. ഓക്കെ, ഏതാണ് കമ്പോണൻ്റ് അല്ലാത്തത്? 1D, മീര 1D. ഓക്കെ, എല്ലാവരും D തന്നെ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അതിൻ്റെ ആൻസർ P തന്നെയാണ്. ഒന്നാമത്തെ ആൻസർ D ആണ്. ഓക്കെ, ബഫറാണ് ഡാറ്റാബേസിൻ്റെ ഭാഗമല്ലാത്തത്. ഓക്കെ, ആർക്കും ഡൗട്ടേ ഇല്ല.
അപ്പോൾ അല്ല നല്ല കാര്യം, വെരി ഗുഡ്. ഓക്കെ, എന്നാൽ പിന്നെ രണ്ടാമത്തേക്ക് പോവാം. രണ്ടാമത്തെ ആൻസർ പോരട്ടെ. ഡാറ്റ അബൌട്ട് ഡാറ്റ ഈസ്, ഇത് ഞാൻ ക്ലാസ്സിൽ പറയാത്തൊരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറേ പേർക്കെങ്കിലും ജനറൽ നോളജ് ഉണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞോ ഇല്ലേന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, കുറേ പേരെങ്കിലും മാറ്റി 2 ഓപ്ഷൻ വരുന്നുണ്ട് അല്ലേ? എയും പറയുന്നുണ്ട്, സിയും പറയുന്നുണ്ട്. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ, ഇത് ഞാൻ ക്ലാസ്സിൽ പറയാത്ത ടോപ്പിക്കാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതായിട്ട് ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് ഓർമ്മ വരുന്നില്ല ഞാൻ പറഞ്ഞതായിട്ട്. അപ്പോൾ ഡാറ്റ അബൌട്ട് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാറ്റയെ പറ്റി പറയുന്ന ഡാറ്റ, അതിനെയാണ് ഡാറ്റ അബൌട്ട് ഡാറ്റ എന്ന് പറയുന്നത്. ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ആൻസർ സി ആണ്, മെറ്റാ ഡാറ്റ. ഓക്കെ, ഇതിൻ്റെ ആൻസർ സി, മെറ്റാ ഡാറ്റ. അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എല്ലാവരുടെയും നോട്ട്ബുക്ക് ഉണ്ടല്ലോ, ഇതൊന്ന് സൈഡിൽ എഴുതി വെച്ചോ. ഡാറ്റ അബൌട്ട് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാ ഡാറ്റയാണ്. ഓക്കെ, മെറ്റാ ഡാറ്റ. അതായത് നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെയൊക്കെ കയ്യിൽ സ്മാർട്ട് ഫോൺ ആണല്ലോ. നിങ്ങളൊരു ഫോട്ടോ എടുത്തെന്ന് വിചാരിക്കും. നിങ്ങൾ സ്മാർട്ട് ഫോണിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും, നമുക്ക് അതിൻ്റെ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ തന്നെയോ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഒരു ഫയലിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് വരും. പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയലിനെ കുറിച്ചുള്ള കുറേ ഡാറ്റ അതിലുണ്ടാവും. നോർമലി നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ എടുത്ത സമയം ഉണ്ടാവും, ചിലപ്പോൾ ലൊക്കേഷൻ ഉണ്ടാവും, പിന്നെ അതിൻ്റെ ലെൻസ് എത്രയാണ്, അതുപോലെ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്, അങ്ങനെ കുറേ ഡാറ്റ അതിനെക്കുറിച്ച്. അതായത് ഡാറ്റയെ പറ്റിയുള്ള ഡാറ്റ. അതുപോലെ ഈ മൊബൈലിൻ്റെ ഓണർ ആരാണ്, നമ്മൾ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഈ നമ്മളുടെ ഈ സൈബർ ഫോറൻസിക്കിലും അതുപോലെ ഈ സൈബർ സെക്യൂരിറ്റിക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു ഫയലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫയൽ ഏത് കമ്പ്യൂട്ടറിലാണ് ക്രിയേറ്റ് ചെയ്തത്, ഇത് ഏത് സമയത്താണ് ക്രിയേറ്റ് ചെയ്തത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഡാറ്റ അബൌട്ട് ഡാറ്റ, നമ്മളുടെ കയ്യിലൊരു ഡാറ്റ ഉണ്ട്, അതിനെ പറ്റിയുള്ള ഡാറ്റ, അതിനെയാണ് നമ്മൾ മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത്. മെറ്റാ ഡാറ്റ. ഓക്കെ, അതിൻ്റെ ഞാനൊരു വളരെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞതാണ്, നമുക്ക് അത്ര അറിഞ്ഞാൽ മതി. ഡാറ്റ അബൌട്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ മെറ്റാ ഡാറ്റ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അഖില, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ DBMS? DBMS അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇന്ന് പറയുന്നതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ചിലതിന് മാത്രമാണ് ഞാൻ ഏത് എക്സാമൊക്കെ എഴുതിയിട്ടുള്ളൂ, എല്ലാം പ്രീവിയസ് ഇയറിൽ. ഓക്കെ, കുറച്ച് പേര് ബി പറയുന്നുണ്ട്, കുറച്ച് പേര് സി പറയുന്നുണ്ട്. നിങ്ങൾക്ക് എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് ആസിഫ് സാർ കുറേ ട്രിക്കുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. അതായത് എങ്ങനെയാണ് ചില ഓപ്ഷനുകൾ നമ്മൾ ഒഴിവാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. യെസ്, അപ്പം അതിൽ ഇതല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. MS ആക്സസ് എന്തായാലും ഒരു DBMS ആണല്ലോ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ച ലിസ്റ്റിൽ MS ആക്സസ്. SQL സെർവർ എന്ന് പറയുന്നതും DBMS ആണ്, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് ഓപ്ഷനാണുള്ളത്, ഫോക്സ് പ്രോയും ജാവയും. അപ്പോൾ നിങ്ങൾ ഒന്ന് നല്ലപോലെ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജാവയെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളത് ജാവ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്നല്ലേ. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊക്കെ പ്രേമം സിനിമ ഉണ്ടാറല്ലേ, ജാവ ഈസ് സിമ്പിൾ, ജാവ പവർഫുൾ, നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. ജാവ പ്രോഗ്രാമിംഗ് ആണെന്ന് അറിയാലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജാവ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലേ, അപ്പോൾ അതൊരു DBMS അല്ലല്ലോ.
അപ്പോൾ ജാവ ആണല്ലോ ആൻസർ വരേണ്ടത്. ഫോക്സ് പ്രോ നിങ്ങൾ കേട്ടിട്ടില്ല. ഫോക്സ് പ്രോ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ എന്നാലും ജാവ ഇവിടെ ഉണ്ട്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഫോക്സ് പ്രോ ഉത്തരമായിട്ട് വരുന്നത്? ഓക്കെ, അപ്പോൾ ആൻസർ ജാവയാണ്. ഓക്കെ, അപ്പോൾ ഫോക്സ് പ്രോ ഇത്രയും നാൾ ഇന്നത്തെ ക്ലാസ് വരെ നമ്മൾ ലിസ്റ്റിൽ ഉണ്ടായില്ല. പക്ഷെ ഇന്നു മുതൽ നമുക്കറിയാം ഫോക്സ് പ്രോ എന്താണ്, ഒരു DBMS ആണ്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, പിന്നെ ആരോ ഒരാൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു. ജാവയും ജാവാസ്ക്രിപ്റ്റും രണ്ടാണ്. നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ജാവ ഒരു പ്യുവർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ജാവാസ്ക്രിപ്റ്റ് എന്താണ്, ഒരു വെബ് ഡിസൈനിങ് അല്ലെങ്കിൽ വെബ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അല്ലേ. HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ഇത് മൂന്നും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, നാലാമത്തെ എഴുതി പോട്ടെ. അപ്പോൾ മൂന്നാമത്തെ ആൻസർ സി. 4ലേക്ക് വരൂ. നാലാമത്തെ ആൻസർ an attribute of one table matching എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്കതിൽ സമയം കളയാനില്ല. നാലാമത്തെ ആൻസർ ഏത് തന്നെയാണ്. ഓക്കെ, an attribute of one table matching the primary key of another table is called foreign key. എല്ലാവർക്കും ഫോറിൻ കീയുടെ കൺസെപ്റ്റ് ഒന്നായിട്ട് അറിയാം അല്ലേ. ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഈ കീകൾ കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നെ പലതരത്തിൽ ചോദിച്ചു കണ്ടു ഞാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ കീ എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. ഫോറിൻ കീ, കാൻഡിഡേറ്റ് കീ, കോമ്പോസിറ്റ് കീ, പ്രൈമറി കീ, ഓരോന്നും എന്താണെന്നുള്ളത് എന്തായാലും പഠിച്ചു വയ്ക്കുക. അത് പലതരത്തിൽ ക്വസ്റ്റ്യൻസ് കാണാനായിട്ട്. ഓക്കെ ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അഞ്ചാമത്തത് ഡാറ്റ വെയർ ഹൗസിംഗ് റെഫേഴ്സ് ടു. ഡാറ്റ വെയർ ഹൗസിംഗ് റെഫേഴ്സ് ടു. ഇതും ഞാൻ പറയാത്തൊരു ടോപ്പിക്കാണ്. ഡാറ്റ വെയർ ഹൗസിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് വായിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ അഥവാ വന്നു എന്ന് വിചാരിക്കും. ഇത് നമ്മുടെ സിലബസിൽ പറയുന്നില്ല, എന്നാലും ഡാറ്റാബേസുമായി ബന്ധപ്പെട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. ഓക്കെ, എല്ലാവരും ഏതന്നെയാണല്ലോ പറയുന്നത്. നിങ്ങൾ ആൾക്കാർ കൊള്ളാലോ. എടുക്കാത്ത ടോപ്പിക്ക് വരെ നിങ്ങൾ കറക്റ്റ് ഉത്തരം പറയുന്നുണ്ടല്ലോ. ഇന്ന് 2 പേരെ തെറ്റിച്ചോളൂ. ഓക്കെ, ഇതിന് ആൻസർ എ തന്നെയാണ് കേട്ടോ. ആൻസർ എ ആണ്. ഡാറ്റ വെയർ ഹൗസിംഗ് 2 പേര് തെറ്റിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ പറയാത്ത ടോപ്പിക്കാണ്. നമ്മളുടെ സിലബസിൽ ഡാറ്റ വെയർ ഹൗസിംഗ് എന്നുള്ളൊരു ടോപ്പിക് ഇല്ല. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതിൽ എടുത്തിട്ടത്. ഡാറ്റ വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റ നമ്മൾ സ്ഥാപനം നടത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കമ്പനിയോ എന്തെങ്കിലുമൊക്കെ നടത്തുന്നു. അപ്പോൾ ഈ ഡാറ്റ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു സെപ്പറേറ്റ് സൈറ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. വെയർ ഹൗസ്, നോർമലി നമ്മൾ വെയർ ഹൗസുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗോഡൗൺ എന്നൊക്കെ പറയുന്ന പോലെ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാനുള്ള സ്ഥലമാണല്ലോ വെയർ ഹൗസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളുടെ ഡാറ്റയെ നമ്മളൊരു സ്ഥലത്ത് ഓഫ്ലൈനായിട്ട് വേറൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ സ്റ്റോറിങ് ഡാറ്റ ഓഫ്ലൈൻ അറ്റ് സെപ്പറേറ്റ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റ വെയർ ഹൗസിംഗ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. DBMSുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഒരു ടേം ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം മുമ്പ് വന്നിട്ടുള്ളത് കൊണ്ടും ഇങ്ങനെ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ആക്ച്വലി അത് സിലബസിലില്ല. ഓക്കെ, അടുത്തത് 6ാമത്തത്. ഇതും നമ്മളുടെ സിലബസിലില്ല, പക്ഷെ ഡാറ്റാബേസിലെ DBMSലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കുറേ പേരെങ്കിലും പല സ്ഥലത്ത് കമ്പ്യൂട്ടർ പഠിച്ചവർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസുമായി കുറച്ചെങ്കിലും ബന്ധമുള്ളവർ
കേട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. പോരട്ടെ, ആറാമത്തെ ആൻസർ പോന്നോട്ടെ. ഓക്കെ, അറിയില്ല. പാസ്. നോ പ്രോബ്ലം. പോരട്ടെ. ഓക്കെ, മൾട്ടിപ്പിൾ ആൻസേഴ്സ് ആണ് വരുന്നത് അല്ലേ, ഒരേ ആൻസർ തന്നെ വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ സി ആണ്, നോർമലൈസേഷൻ ആണ് ഇതിൻ്റെ ആൻസർ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡാറ്റ സ്ട്രക്ചറിങ് ഈസ് ഡിഫൈൻഡ് ത്രൂ എ പ്രോസസ് കോൾഡ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് നോർമലൈസേഷൻ. അതായത് കുറേ ഡാറ്റ നമ്മളുടെ അടുത്തുണ്ട്, നമ്മൾ അതിനെ ടേബിളാക്കി വെച്ചിരിക്കുന്നു. ഈ ടേബിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ റിഡൻഡൻസി, റിപ്പീറ്റ് ചെയ്യുന്ന ഡാറ്റേനെ ഒഴിവാക്കിയിട്ട് നമ്മളതിനെ സിമ്പിൾ ടേബിളുകളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി. നോർമലൈസേഷൻ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോം, പിന്നെ അവസാനം ഒരു BCNF, ബോയ്ക്കോഡ് നോർമൽ ഫോം, അങ്ങനെയൊക്കെ കുറച്ച് ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്. നമ്മളുടെ സിലബസിൽ അതില്ല. ഓക്കെ, സിലബസിലില്ലാത്തതുകൊണ്ടാണ് നമ്മളതിന് ക്ലാസ് എടുക്കാത്തത്. എന്നാലും ഇങ്ങനെ ഒരു പേര് ഇതെങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഡാറ്റ സ്ട്രക്ചറിങ്, ഡാറ്റയെ നമ്മൾ ഒന്നുകൂടെ സിമ്പിളാക്കി ചെറിയ ടേബിളുകളാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ. അതിനെ പറയുന്ന പേരാണ് നോർമലൈസേഷൻ. ഓക്കെ, ആറാമത്തെ ആൻസർ സി ആണ്. അടുത്തതിലേക്ക് പോവാം. പോരട്ടെ. ഇറ്റ് ഈസ് ട്രൂ അബൌട്ട് ദി പ്രൈമറി കീ. പ്രൈമറി കീയെ പറ്റി എന്താണ്? പോരട്ടെ. പ്രൈമറി കീ ഒക്കെ നമ്മൾ 2 or 3 ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഉത്തരം പറയണം. കുറേ തവണ എടുത്ത ടോപ്പിക്കാണ്. കുറേ തവണയല്ല, നമ്മൾ ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രൈമറി കീ. എല്ലാവരും ഉറപ്പിച്ചു. ഓക്കെ, കഴിഞ്ഞോ? എല്ലാവരും ആയോ? എന്നാൽ എ അല്ല. ഓക്കെ, ഏതറ്റ എല്ലാം ഇതിൻ്റെ ആൻസർ. നിങ്ങളെങ്ങനെയാ എ വായിച്ചിട്ട് അതങ്ങ് ഉറപ്പിച്ചത്? എ അല്ല എന്ന് പറഞ്ഞ കൂട്ടനെ ബി പറഞ്ഞു അല്ലേ? എങ്ങനെയാ പെട്ടെന്ന് ഡി ആയത്? പ്രൈമറി കീ നമ്മൾ അത്രയും തവണ എടുത്തതാ. എല്ലാവരും ഇമ്പോസിഷൻ എഴുതണം ഇത് 10 വട്ടം. എവരി ടേബിൾ ഷുഡ് ഹാവ് എ പ്രൈമറി കീ. ശരിയാണ്, എല്ലാ ടേബിളിനും പ്രൈമറി കീ വേണം. പ്രൈമറി കീ എക്സ്ക്ലൂസീവ്ലി ഐഡന്റിഫൈ ഈച്ച് റോ ഇൻ എ ടേബിൾ. അതും ശരിയല്ലേ? എന്തിനാ പ്രൈമറി കീ ഉപയോഗിക്കുന്നത്? ഓരോ റോയിനെയും എക്സ്ക്ലൂസീവ്ലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. പ്രൈമറി കീ ആണെങ്കിൽ മൾട്ടിപ്പിൾ ഫീൽഡ് വെച്ചിട്ടും ഉണ്ടാവാം. അതും ശരിയാണ്. അപ്പോൾ ഇത് 3 ശരിയാണെങ്കിൽ ആൻസർ ഡി അല്ലേ? ആൻസർ ഡി. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ഈ എയിൽ വെച്ച് നിർത്തിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻസർ ഡി. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും?
ഏഴാമത്തെ ആൻസർ ഡി ആണെന്നുള്ളതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എ പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നതാണ്. മനസ്സിലായി എന്നെങ്കിൽ ചോദിക്കൂ. പിന്നെ എന്തുകൊണ്ടാ ഷാഹിൻ നിങ്ങൾ എ പറഞ്ഞത്? മറന്നുപോയോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത് രണ്ടും, ഞാൻ ചോദിക്കുന്നത് ഇതും ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇത് രണ്ടും ശരിയാണെങ്കിൽ ഇതാവാലോ. ഓക്കെ, സി ആണ്. ഓക്കെ, സി ആണ് നിങ്ങളെ തെറ്റിച്ചത് അല്ലേ? അതായത് ഒരു ടേബിളിലെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് 2 ഫീൽഡ് കൂട്ടിയാലേ പറ്റുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രൈമറി കീ അതല്ലേ ആവുള്ളൂ. ഇപ്പോൾ നമ്മൾ പഠിച്ച എക്സാമ്പിളിലൊക്കെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒന്നിന് രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ വല്ല മൊബൈൽ നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ആധാർ നമ്പർ ഉണ്ടാവും. അങ്ങനെ ഒരൊറ്റ ഫീൽഡ് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സ്ഥിതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫീൽഡ് നമ്മൾ പഠിച്ചു കാൻഡിഡേറ്റ് കീ ഉണ്ടാവും, അതിലേറ്റവും ചെറുത് ഒരെണ്ണം നോക്കി നമ്മൾ എടുക്കുന്നതാണ് പ്രൈമറി കീ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ, അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു ടേബിൾ, അതിന് 3-4 കോളം ഉണ്ട്, അതിൽ ഒരു കോളം മാത്രമായിട്ട് നമുക്ക് യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ 2 കോളങ്ങൾ കണക്ട് ചെയ്തിട്ട് 2 ഫീൽഡ് കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ പ്രൈമറി കീ ഉണ്ടാക്കും. ഓക്കെ, ജനറലി അങ്ങനെ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു നമ്പർ ആദ്യം കൊടുക്കും, ഒരു രജിസ്റ്റർ നമ്പറോ ഒരു വോൾ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ആദ്യം കൊടുക്കും, സൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം ഒഴിവാക്കാമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ അങ്ങനെയും നമുക്ക് പ്രൈമറി കീ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ ഇത് കൺഫ്യൂഷൻ വന്നാൽ തന്നെ ഇത് രണ്ടും ശരിയാണെന്ന് നിങ്ങൾക്കറിയാലോ. ഇതെന്തായാലും ശരിയാണ്, ഇതും ശരിയാണല്ലോ. അപ്പോൾ പിന്നെ ഡി അല്ലേ വരാൻ പറ്റുള്ളൂ. ഓക്കെ, പോട്ടെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി ആണ്. അടുത്തത് SQL. 8ാമത്തെ പോരട്ടെ. ഓക്കെ, 8ാമത്തെ ആൻസർ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് അല്ലേ? ആർക്കും കൺഫ്യൂഷനൊന്നുമില്ല, ആരും തെറ്റിച്ചിട്ടില്ല. നമ്മൾ SQL പഠിച്ചതാണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. സുമി ഇവിടെ ഉണ്ടായിരുന്നോ? ഇപ്പോൾ വന്നതാണോ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം അല്ലേ? ഒമ്പതാമത്തെ ആൻസർ. ഫോറിൻ കീ. ഒമ്പതാമത്തെ ആൻസർ ആരെങ്കിലും സി അല്ലാത്തത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എല്ലാവരും സി ആണ്. യെസ്, ഫോറിൻ കീ എന്ന് പറയുന്നത് ഫോറിൻ കീസ് റിലേറ്റഡ് ടു ദി പ്രൈമറി കീ ഓഫ് എ ഡിഫറെൻറ്റ് ടേബിൾ. വേറൊരു ടേബിളിൻ്റെ പ്രൈമറി കീനെയാണ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 10 പറയൂ. 10. ഓക്കെ, അതിലും ആർക്കും സംശയമൊന്നുമില്ല അല്ലേ? 10ാമത്തെ ആൻസർ ഏതന്നെ പ്രൈമറി കീ.
പ്രൈമറി കീ ഒരിക്കലും ബ്ലാങ്ക് ആയി വിടാൻ പറ്റില്ല. ആരും തെറ്റിച്ചിട്ടില്ലല്ലോ? ഞാൻ ഇടയ്ക്കുന്നു 10 ഓക്കെ ഓക്കെ യെസ്. എന്ത് പറ്റി 74 പ്രശ്നം? ഓക്കെ, അപ്പോൾ 9ാമത്തെ സി ആണ്, 10ാമത്തെ പ്രൈമറി കീ ആണ്. ഞാൻ പറഞ്ഞില്ല കുറേ ക്വസ്റ്റ്യൻസ് ഈ കീകൾ വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കീകൾ നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാതെ എന്തായാലും പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് എ ടേബിൾ ഫ്രം ദി ഡാറ്റാബേസ്? ടേബിൾ ഫ്രം ദി ഡാറ്റാബേസ് എന്താ? അഖില കോൺഫിഡൻ്റ് ആണ്, ഡിലീറ്റ് അല്ല എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്. ഈ കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. കണ്ടു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, സി എടുത്തിട്ട് ബബിൾ ചെയ്തോ. സി ആണ് ആൻസർ, ഡ്രോപ്പാണ്. ഓക്കെ, ഡ്രോപ്പാണ് നമുക്കൊരു ടേബിൾ ഡാറ്റാബേസിൽ നിന്ന് ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രോപ്പാണ്. ഓക്കെ, അടുത്തത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ഇവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഇത് ഓർഡർ എന്നാണ്, ഇവിടെ സ്പേസ് ഇല്ല. അത് ഇവിടുത്തെ ഒരു ഹൈഫൺ എങ്ങനെയോ അങ്ങോട്ട് കയറി വന്നതാ. ഇത് ഓർഡർ എന്നാണ് കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അസെൻഡിങ് ഓർഡർ ഓഫ് ഡാറ്റ ഹയറാർക്കി? ഏതാണെന്നാണ് ചോദിക്കുന്നത്. ബിറ്റ്, ബൈറ്റ്, റെക്കോർഡ്, ഫീൽഡ്, ഡാറ്റാബേസ്, ഫയൽ. പോരട്ടെ, എല്ലാവരും ബി ഉറപ്പിച്ചു. ഓക്കെ, ആർക്കും ഡൗട്ടില്ല. നീ എന്തൊക്കെ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി തന്നെയാണ്. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്നും ഇപ്പം തന്നെ എഴുതി വെച്ചോ. ബിറ്റ്, ബൈറ്റ്, ഫീൽഡ്, റെക്കോർഡ്, ഫയൽ, ഡാറ്റാബേസ്. ഓക്കെ, ഡാറ്റാബേസ് കഴിഞ്ഞാൽ പിന്നെ ഡാറ്റ വെയർ ഹൗസ് ആണ്. ഓക്കെ, 13 ഇത് നമ്മൾ പറയാത്തതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്നാലും നിങ്ങൾക്ക് ഞാൻ വെറുതെ കറക്കി കുത്താൻ തന്നിരിക്കുകയാണ്. മാർക്കില്ല അതിന്. വെറുതെ നിങ്ങളത് കറക്കി കുത്തിയിട്ട് ഏതാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. ഒബ്ജക്റ്റ് ഡാറ്റാബേസ് കണക്ടിവിറ്റി. ഇതൊക്കെ ഇതിലും ഡൗട്ടില്ല. ഇതാ, നമ്മൾ പഠിപ്പിക്കാത്ത ടോപ്പിക്കിൽ നമുക്ക് കോൺഫിഡൻസ് വേണ്ട, പഠിപ്പിച്ചതിൽ കോൺഫിഡൻസ് മതിയേ. ഓക്കെ, ബാക്കി എല്ലാവരും ടീയാ പറയും. ഇതാ മാറിയോ? ടീം മാറിയോ? അതെന്താ പെട്ടെന്ന് മാറിയേ? അല്ല, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഡി ആൻസർ കിട്ടിയത്? ഞാൻ അത് പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ആൻസർ ഡി ആണ്, ഓപ്പൺ ഡാറ്റാബേസ് കണക്ടിവിറ്റി ആണ്. പക്ഷെ ഞാനിത് പഠിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങളിതിപ്പോൾ എവിടെ നിന്നാണ് ആൻസർ കൊണ്ടുവന്നത്? ഓക്കെ, ഫുൾ ഫോം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. അല്ല, ഞാൻ ഈ ടോപ്പിക് എടുത്തതായിട്ട് കറക്കി കുത്തിയിട്ട് ഡി പറയുന്നു. അങ്ങനെ ഇത്രയധികം പേര് കറക്കി കുത്തിയിട്ട് എങ്ങനെയാ കറക്റ്റ് ആൻസർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സാരമില്ല. ഓക്കെ, ഓപ്പൺ ഡാറ്റാബേസ് കണക്ടിവിറ്റിനെയാണ് നമ്മൾ ODBC എന്ന് പറയുന്നത്. ഓക്കെ, പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. എനിക്ക് അങ്ങനെ ഒരു ടോപ്പിക്ക് പറഞ്ഞതായിട്ടൊരു ഓർമ്മയില്ല. അതാണ് ഞാനിങ്ങനെ പിന്നെയും ചോദിച്ചത്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഇത് വരികയാണെങ്കിൽ ODBC ആണ് കേട്ടോ. അടുത്തത് 14. ഓക്കെ, പഠിച്ചിട്ടുണ്ടെങ്കിൽ 14. മിനിമൽ സൂപ്പർ കീസ് ആർ കോൾഡ്. മിനിമൽ സൂപ്പർ കീസ് ആർ കോൾഡ്. മിനിമൽ സൂപ്പർ കീസ് ആർ കോൾഡ്.
പോരട്ടെ. മിനിമൽ സൂപ്പർ കീസ് ആർ കോൾഡ്. കാൻഡിഡേറ്റ് കീ. ഉറപ്പിക്കാമോ? കാൻഡിഡേറ്റ് കീ തന്നെയാണോ? നമ്മളിങ്ങനെ പടമൊക്കെ വരച്ച് ഇങ്ങനെ പഠിച്ചിരുന്നു അല്ലേ? കീകളിങ്ങനെ വട്ടം വരച്ചിട്ടൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ മിനിമൽ സൂപ്പർ കീ. യെസ്, ആൻസർ ശരിയാണ്, കാൻഡിഡേറ്റ് കീ. ആരും തെറ്റിച്ചില്ല അല്ലേ? വെരി ഗുഡ്. എല്ലാവർക്കും അറിയാം. ഈ ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മാർക്ക് വാങ്ങും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. SQL ക്രിയേറ്റ് ടേബിൾ കമാൻഡ് ഈസ് ഡാഷ്. SQL ക്രിയേറ്റ് ടേബിൾ, അതെന്ത് കമാൻഡാണ് ചോദിക്കുന്നത്? ഇന്നെല്ലാവരും ഡിയിലേക്ക് മാറിയോ? ഓക്കെ, ആൻസർ ഡി ആണ്. ആരാന്ന് ഞാൻ പേര് കണ്ടില്ല, കമൻറ്റ് വന്നപ്പോൾ ഉള്ളിലേക്ക് പോയി. ആൻസർ DDL കമാൻഡാണ്. DDLന്റെ ഫുൾ ഫോം എന്താ? അതൊന്ന് പറഞ്ഞേ നോക്കട്ടെ. DDL, DML, DCL എല്ലാത്തിൻ്റെയും ഫുൾ ഫോം അറിയുന്നവർ ഒന്ന് ടൈപ്പ് ചെയ്തേ. DDL ഇതാദ്യം, എന്നിട്ട് ബാക്കി. DDLന്റെ ഫുൾ ഫോം എന്താ? ഡാറ്റ ഡെഫിനിഷൻ. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ എന്നുള്ളത് എന്തിലാണ് വരിക? ഡാറ്റ ഡെഫിനിഷനിലാണ് വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും അറിയാം. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ 16ലേക്ക് പോവാം അല്ലേ? 16ാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. എല്ലാം തമ്മിലുള്ള വ്യത്യാസമൊക്കെ അറിയണേ. ഒന്നോ രണ്ടോ പേർ തെറ്റിച്ചിട്ടുണ്ട്. തെറ്റിച്ചവർ അതൊന്നും കൂടെ എടുത്ത് പഠിക്കുക. ഓക്കെ, 16. പോരട്ടെ. കഴിഞ്ഞോ? എല്ലാവരും ആയോ? ഇപ്പോൾ എല്ലാവരും ആയില്ലല്ലോ. ക്രിസ്റ്റി, അഖില, ജ്യോതി, പ്രവീൺ, ജ്യോതി, നീത്ത എവിടെ പോയി? നീത്ത കമന്റ് ഇട്ട് പോയോ? സൗണ്ട് ഡിസ്റ്റർബൻസ് വന്നോ? ഇപ്പോൾ വന്നതാണോ? ഇപ്പോഴും സൗണ്ട് ഡിസ്റ്റർബൻസ് ആണോ? സൗണ്ടില്ലേ? ഓക്കെ ആയോ? ഓക്കെ ഇപ്പോഴും ചെറിയൊരു സൗണ്ട് ഉണ്ടല്ലേ? എനിവേ, നിങ്ങൾ പറഞ്ഞ ഉത്തരം, എല്ലാവരും പറഞ്ഞ ഉത്തരവും തെറ്റാണ്. ഓക്കെ, ആൾട്ടർ അല്ല. നമ്മൾ എക്സിസ്റ്റിംഗ് ടേബിളിനെ മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആൾട്ടർ അല്ല. വെരി ഗുഡ്. അല്ലെങ്കിലും നിത കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉത്തരം പറയുന്നുള്ളൂ അല്ലേ?
നല്ല കാര്യം. അറിയില്ലെങ്കിൽ അറിയില്ല എന്നും കൂടി പറയണേ, എന്നാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആൻസർ എ ആണ്, അപ്ഡേറ്റ് ആണ്. നമ്മൾ ആ ടോപ്പിക് എടുത്ത ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും അപ്ഡേറ്റും ആൾട്ടറും തമ്മിലുള്ള വ്യത്യാസം വളരെ വിശദമായി പറഞ്ഞു തന്നിരുന്നു. ഓൾറെഡി എക്സിസ്റ്റിംഗ് ടേബിളിനെ മോഡിഫിക്കേഷൻ, അതിലെന്തെങ്കിലും ഇത് വരുത്തണമെന്നുണ്ടെങ്കിൽ, ഡാറ്റ മാറ്റണമെന്നുണ്ടെങ്കിൽ, മോഡിഫിക്കേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിനല്ലേ നമ്മൾ മോഡിഫൈ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതല്ലേ. ഓൾറെഡി ഒരു കുട്ടിയുടെ വയസ്സ് 18ആണ്. ആ കുട്ടിയുടെ വയസ്സ് 18 അല്ല 20ആണ്. അപ്പോൾ നമുക്ക് 18 മാറ്റിയിട്ട് 20 ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ 18 മാറ്റി 20 ആക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ്, ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്ഡേറ്റ് ആണ്. ഓക്കെ, ആരും പറഞ്ഞില്ല, അതാണ് എൻ്റെ വിഷമം. ഒരാൾ പോലും പറഞ്ഞില്ല. പകുതിയാണെങ്കിൽ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. SQL command is used to modify data in an existing table is update. ഓക്കെ, ആൾട്ടർ ടേബിൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൾട്ടർ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിൻ്റെ സ്ട്രക്ചർ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൾട്ടർ ഉപയോഗിക്കുന്നത്. ആൾട്ടർ വേറെ, അപ്ഡേറ്റ് വേറെ. നിങ്ങൾ ഒന്നുകൂടെ ഇത് രണ്ടും എടുത്ത് നോക്കുക. ഓക്കെ, അന്നത്തെ ക്ലാസ് ഒന്ന് എടുത്തിട്ട് നോക്കുക, അല്ലെങ്കിൽ ആ PDF ഒന്ന് എടുത്തിട്ട് നോക്കുക. നമ്മൾ SQL കമാൻഡ്സ് TDL DML അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു ഇതൊക്കെ ആക്കി, ഇങ്ങനെ എന്താ പറയുക, ട്രീ ആക്കി വരച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും കൂടെ എടുത്തിട്ട് ഇപ്പം തന്നെ സൈഡിൽ എഴുതി വയ്ക്കുക. ഇന്നത്തെ ഹോംവർക്കാണ്. അപ്ഡേറ്റ് എന്താ ആൾട്ടർ എന്താണുള്ളത് നോക്കുക. ഓക്കെ, രണ്ടാണ്, രണ്ടിൻ്റെ എക്സാമ്പിൾ വേറെയാണ്. ഓക്കെ, അപ്പോൾ ഡാറ്റ മോഡിഫൈ ചെയ്യാൻ ഓൾറെഡി ഉള്ള ടേബിളിലെ ഡാറ്റ മോഡിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്ഡേറ്റ്. ഓക്കെ, ഇനി തെറ്റിക്കരുതേ. ഓക്കെ, അടുത്തതിലേക്ക് പോട്ടെ. Which SQL clause is used to filter records based on specific condition? ഒരു സ്പെസിഫിക് കണ്ടീഷൻ പറഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇത് മാറ്റുന്നതിന്, എന്താ പറയുക, ഫിൽട്ടർ ചെയ്യുന്നതിന്, റെക്കോർഡുകൾ ഫിൽട്ടർ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണെന്നാണ് ചോദിക്കുന്നത്. കാർത്തിക്കിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായോ? ഗൗരി, മീര, ഓക്കെ, എല്ലാവരും DBMS കാര്യമായിട്ട് റിവിഷൻ നടത്തേണ്ട ടൈമായി. ടൈമാണോ? 17ാമത്തെ ആൻസർ എ ആണ്, വേറാണ്. ഓക്കെ, നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് വേറാണ്. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് വേർ ഏജ് ഈക്വൽ ടു 18 അല്ലെങ്കിൽ വേർ ഏജ് ഈക്വൽ ടു 50. ഓർമ്മ ഉണ്ടോ അത്? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് വേർ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. അതല്ലേ കണ്ടീഷൻ? അതിന് വേറല്ലേ കണ്ടീഷൻ? എങ്ങനെ ഗ്രൂപ്പ് ബൈയും ഹാവിങ് ഒക്കെ കണ്ടീഷൻ ആവുന്നേ? ഒരു സ്പെസിഫിക് കണ്ടീഷൻ. നമുക്ക് 50,000 മുകളിൽ സാലറി ഉള്ള ഉദ്യോഗസ്ഥരെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ക്ലാസ്സിലെ കുട്ടികൾ 18 മാർക്കിൽ താഴെ മാർക്ക് വാങ്ങിയ കുട്ടികളെ കണ്ടുപിടിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഡാറ്റാബേസ് ഉണ്ട്. ഡാറ്റാബേസിൻ്റെ അകത്ത് നിന്ന് അല്ലെങ്കിൽ ടേബിളിൻ്റെ അകത്തുനിന്ന് നമ്മൾ അങ്ങനെയുള്ള ഡാറ്റ മാത്രം സെലക്ട് ചെയ്തെടുക്കുന്നതിന്, അല്ലെങ്കിൽ ബർത്ത് പ്ലേസ് കേരള ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യണം. അങ്ങനെ കുറേ കണ്ടീഷനുകൾ, അല്ലെങ്കിൽ ഒരു ടേബിളിൽ നിന്ന് ബോയ്സിനെ മാത്രം സെലക്ട് ചെയ്യണം. കുറേ കണ്ടീഷനുകൾ വെച്ചിട്ട് നമ്മൾ എക്സാമ്പിളുകൾ കാണിച്ചിരുന്നു. എല്ലായിടത്തും നമ്മൾ ഉപയോഗിച്ചത് വേർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്തത്. ഓക്കെ, അപ്പോൾ 17ാമത്തെ ആൻസർ വേർ. ഓക്കെ,
വേറാണ് കണ്ടീഷൻ കേട്ടോ. അടുത്തത് ഫിൽറ്റർ എന്ന് വന്നപ്പോ പക്ഷെ ഇവിടെ ബേസ്ഡ് ഓൺ സ്പെസിഫിക് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്പെസിഫിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വരിക. ഓക്കെ, 18 എന്താ? ഡാറ്റ ഇൻഡിപെൻഡൻസ്, ഡാറ്റ റിഡൻഡൻസി, ഡാറ്റ സെക്യൂരിറ്റി, ഡാറ്റ ഇൻറ്റഗ്രിറ്റി. ഇത് ഒരല്പം കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളതിന് ആൻസർ ഡാറ്റ റിഡൻഡൻസി. അഥവാ റിഡൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഡാറ്റ തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ഡാറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ റിഡൻഡൻസി ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, ക്യാരക്ടറിസ്റ്റിക്സിൽ പെടുന്ന ഒന്നല്ല ഡാറ്റ റിഡൻഡൻസി. അതൊരു നെഗറ്റീവാണ് അല്ലേ, നെഗറ്റീവ് മാർക്കാണത് ഡാറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന്, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്നതിനാണ്. അതേസമയം ഡാറ്റ ഇൻഡിപെൻഡൻസ് അത് വേണം, സെക്യൂരിറ്റി വേണം, ഇൻറ്റഗ്രിറ്റി വേണം. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇത് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, നമ്മൾ ഫ്ലാറ്റ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പറ്റി പറഞ്ഞിരുന്നു. ഓക്കെ, ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യനാണ്. നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. കാരണം ക്വസ്റ്റ്യൻ എത്ര വായിക്കണം, ഓരോ ഓപ്ഷനും വലുതാണ്, അപ്പോൾ അത്രയും വായിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. നിങ്ങൾ സ്പീഡ് കൂട്ടുക, നിങ്ങളുടെ റീഡിങ് സ്പീഡൊക്കെ കൂട്ടുക. എല്ലാ എക്സാമിനും അത് വേണ്ടി വരും. വളരെ സ്ലോവിൽ വായിക്കുന്ന ആളുകൾക്ക് എക്സാം എന്താ പറയുക, ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാൻ ഒരുപാട് സമയം എടുക്കും. അത് വായിച്ചെടുക്കില്ല, റീഡിങ് സ്പീഡ് കൂട്ടുക. യെസ്, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ദി ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ എന്താണ് റിഡൻഡൻസി എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യന് അതേ സാധനം തന്നെയാണ്. റിഡൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ലീഡിങ് ടു ഇൻകൺസിസ്റ്റൻസീസ് ആൻഡ് ഇൻഎഫിഷ്യൻസീസ്. ഓക്കെ, നമ്മളുടെ ഡാറ്റാ ബേസ് ഇൻകൺസിസ്റ്റൻ്റ് ആവും, ഇൻഎഫിഷ്യൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ഇതുകൊണ്ടാണ് നമ്മൾ എന്തിലേക്ക് മാറിയത്, ഫ്ലാറ്റ് ഫയൽ സിസ്റ്റത്തിൽ RDBMS-ലേക്ക്, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് മാറാനുള്ള റീസണാണ് ഈ ഡാറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്. നമുക്ക് 20ലേക്ക് പോവാം. 20ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്രൈമറി കീ ആൻഡ് എ കാൻഡിഡേറ്റ് കീ? ഓക്കെ, ഇത് എ ടീമിലാണല്ലേ. ഓക്കെ, നമുക്ക് ഓരോരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് ഡിയിൽ നിന്ന് പറയാം. ഡി ആരെങ്കിലും ഒക്കെ 1-2 പേര് പറഞ്ഞു തോന്നുന്നു. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു. രണ്ട് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറയുന്നത്. അതെന്തായാലും ശരിയാവില്ല. ഓക്കെ, ആരൊക്കെയോ ഡി പറഞ്ഞിരുന്നല്ലോ, രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന്. ആരാ പറഞ്ഞ? പ്രിജിന പറഞ്ഞു, 73 പറഞ്ഞു. ഓക്കെ, അതെന്തായാലും ശരിയാവില്ല. ഓക്കെ, രണ്ടും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. രണ്ടും തമ്മിൽ വ്യത്യാസം ഇല്ലെങ്കിൽ പിന്നെ 2 പേര് വേണ്ടല്ലോ. ഓക്കെ, അപ്പോൾ പിന്നെ രണ്ടും തമ്മിൽ എന്തോ വ്യത്യാസം ഉണ്ട്. ഓക്കെ, കാൻഡിഡേറ്റ് കീ ഈസ് ഓൾവേസ് എ കോമ്പോസിറ്റ് കീ. കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് എപ്പോഴും കോമ്പോസിറ്റ് കീ ആവണമെന്നാണ് സി പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും രണ്ട് ഫീൽഡുകൾ തമ്മിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, കാൻഡിഡേറ്റ് കീ ഓൾവേസ് കോമ്പോസിറ്റ് കീ ആവണമെന്നില്ല, അല്ലാതെയും കാൻഡിഡേറ്റ് കീ ഉണ്ടാവാം. യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീൽഡിനെയും നമ്മൾ പറയുന്ന പേര് കാൻഡിഡേറ്റ് കീ എന്നാണ്. അപ്പോൾ അത് കോമ്പോസിറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, എ പ്രൈമറി കീ ഈസ് ചൂസൺ ഫ്രം ദി കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീയിൽ നിന്നാണ് പ്രൈമറി കീ ചൂസ് ചെയ്യുന്നത്. ഇത് ശരിയാണല്ലോ, ഇതിലെന്താ പ്രശ്നം? ഇത് കറക്റ്റ് ആണല്ലോ. എ വന്നു കഴിഞ്ഞാൽ
പ്രൈമറി കീ ഈസ് യൂണിക് ഐഡന്റിഫയർ, ഇത് കറക്റ്റാണ്. വൈൽ കാൻഡിഡേറ്റ് കീ ക്യാൻ ബി നോൺ യൂണിക്, ഇതെനിക്ക് നിങ്ങളെ ഈ എ സെലക്ട് ചെയ്തവർ എങ്ങനെയാണ് ഇത് ഓക്കെ ആയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഓക്കെ, കാൻഡിഡേറ്റ് കീ ക്യാൻ ബി നോൺ യൂണീക്ക്. നോൺ യൂണീക്ക് അല്ലെങ്കിൽ യുണീക്ക് ആയാലാണല്ലോ കാൻഡിഡേറ്റ് കീ ആവുന്നത്. നോൺ യൂണീക്ക് ആയ ഒരു കോളം എങ്ങനെയാണ് കാൻഡിഡേറ്റ് കീ ആവുന്നത്? നമ്മൾ കീ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന കാര്യം യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. നോൺ യൂണീക്ക് ആണെങ്കിൽ അതെങ്ങനെയാണ് കാൻഡിഡേറ്റ് കീ ആവുന്നത്? അവിടെ തെറ്റിയില്ലേ? ഇത് കറക്റ്റ്. ഓക്കെ, പ്രൈമറി കീ യൂണീക്കാണ് എന്ന് കരുതി കാൻഡിഡേറ്റ് കീ യൂണീക്ക് അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നേ? അപ്പോൾ എ അല്ല, എ തെറ്റാണ്. ഇതിൽ ബി മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, പ്രൈമറി കീ ചൂസൺ ഫ്രം ദി കാൻഡിഡേറ്റ് കീ. കുറേ കാൻഡിഡേറ്റ് കീ ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. നമ്മളത് കുറേ തവണ പറഞ്ഞിരുന്നു. നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് പ്രൈമറി കീ. പ്രൈമറി കീ ആയിട്ട് ഒരെണ്ണം അസൈൻ ചെയ്ത് വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല, നമ്മളാണ് ചൂസ് ചെയ്യുന്നത് കാൻഡിഡേറ്റ് കീയിൽ നിന്ന്. അപ്പോൾ കാൻഡിഡേറ്റ് കീ എന്തായാലും യൂണീക്കാണ്. ഓക്കെ, ആൻസർ ബി ആണ്. ഓക്കെ, നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യനാണേ. നമ്മളിപ്പോൾ സമയമായില്ലേ. എൻ്റയർ ടേബിളിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന SQL കമാൻഡ്. ഇപ്പം തന്നെ ഒരു തവണ പറഞ്ഞു അല്ലേ? യെസ്, മൊത്തം ടേബിളിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രോപ്പ് ടേബിളാണ്. ഡ്രോപ്പ് ടേബിൾ. ഓക്കെ, എൻ്റയർ ടേബിളിനെ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രോപ്പ് ടേബിൾ. ആൻസർ ഡി. എല്ലാവരും കറക്റ്റ് തന്നെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ DDL കമാൻഡ്? ഇരുപത്തിരണ്ട്. DDL കമാൻഡ് അല്ലാത്തത്. DDL കമാൻഡ് അല്ലാത്തത് ഏതാ? എന്തുകൊണ്ടാ അപ്ഡേറ്റ് പറയുന്നേ? അപ്ഡേറ്റ് അപ്പം ഏതിലാ വരിക? അപ്ഡേറ്റ് ഏതിലാ വരുന്നേ? അപ്ഡേറ്റ് DML ആണ്, ഡാറ്റ മാനിപ്പുലേഷൻ ആണ് അല്ലേ? യെസ്. അപ്പോൾ 22. കുറച്ച് പേര് തെറ്റിച്ചു, കുറച്ച് പേര് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ശ്രദ്ധിച്ചു, കുറച്ച് പേര് അപ്ഡേറ്റ് അല്ല പറഞ്ഞത്, പക്ഷെ ഇത് ഡാൻസ് അപ്ഡേറ്റ് ആണ്. ഓക്കെ.